നിത്യഹരിതനായകൻ പ്രേം നസീർ. മണ്ഡലിയുള്ള എൻ്റെ മലയാളി സുഹൃത്തുക്കൾക്ക് ഈ നസീറിൻ്റെ പ്രേം നസീറിൻ്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ. ഇരിക്കുന്ന സുന്ദരന്മാരും സുന്ദരികളും ഒന്നിച്ചിരിക്കൂ, ഒന്നിച്ചിരിക്കൂ. അങ്ങനെയല്ല, ഇങ്ങനെ ചിരിക്കൂ. ഇവിടെ ഇരിക്കുന്ന ഈ തരുണിമണികളെ കാണുമ്പോൾ എനിക്ക് ശോഭനയും ജയഭാരതിയും ഓർമ്മ. ഇപ്പോൾ ഞാൻ ശില്പസ്മൃതിയെ വെച്ച് അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. വരട്ടെ. അടുത്തതായിട്ട് ഞാനിവിടെ മിസ്റ്റർ ജഗദീഷിനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ജഗദീഷ്. ആദ്യമായി നിയമപരമായ മുന്നറിയിപ്പ് പറഞ്ഞോളൂ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരുടെ ഹൃദയം നോക്കുകയാണെങ്കിൽ ഏകദേശം ഇക്കരയിരിക്കും. ഈ നഗരത്തിനകത്ത് പറ്റി ചിലയിടത്ത് ചാറും ചിലയിടത്ത് പുക. എന്താ ആരും ഒന്നും പറയാത്തത്? ആരും ഒന്നും കാണുന്നില്ലേ? പുകവലി അകറ്റൂ, കേരളത്തെ രക്ഷിക്കൂ. എനിക്കും ഇതുപോലെ അവിടെ വന്ന് ചെയ്യാൻ അറിഞ്ഞിട്ടല്ല ചെയ്ത പോലീസ് പറയും. അതുകൊണ്ട് അടുത്തതായിട്ട് കണ്ണടി ഗോപൻ. സ്വാഗതം. എൻ്റെ കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നാട്ടിൽ നിന്നും വന്നിരിക്കുന്ന ചിലരെ ഇവിടെ ഈ ഓഡിറ്റോറിയം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഓഡിറ്റോറിയത്തിന് 3 വാതിലും 3 കക്കൂസുമുണ്ട്. പുറത്ത് ഫോട്ടോ പതിച്ചിരിക്കുന്ന വാതിലുള്ളത് പെണ്ണുങ്ങളുടെ കക്കൂസും ഫോട്ടോ ഇല്ലാത്തത് ആണുങ്ങളുടെ കക്കൂസുമാണ്. ഇതിലെ അലഞ്ഞു നടക്കുന്ന മാവേലിയുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ പാതാളത്തിലെ പോലെ പുല്ലോ വൈക്കോലോ വെള്ളമോ ഒന്നും കക്കൂസിൽ വെച്ചിട്ടില്ല. നിങ്ങൾ തന്നെ എല്ലാം കരുതണം. ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇനി അടുത്തതായിട്ട് മലയാള സിനിമയുടെ ഏറ്റവും കുലപതി മിസ്റ്റർ മാധുവിനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എനിക്കറിയാം നീ ഇവിടെ എവിടെയോ ഇരിപ്പുണ്ടത്. ഇനി മുതൽ എന്നെ കൊച്ചുമുതലെന്ന് വിളിക്കരുത്. പരീക്കുട്ടി എന്ന് വിളിച്ചാൽ മതി. വെറും പരീക്കുട്ടിയല്ല, യോയോ പരീക്കുട്ടി, യോയോ. അടുത്തതായിട്ട് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത് ബിന്ദു പഠിക്കുന്ന കാലത്ത് ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. എന്നിട്ടോ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു. അതിന് അവർക്ക് ഇഷ്ടമല്ലല്ലോ. കൊച്ചു പ്രവീൺ ചേട്ടാ. പടിയുണ്ട് സൂക്ഷിക്കുക എഴുതി വെച്ചിരിക്കുന്നത് പോലെ മുട്ടുപറിക്കിട പിള്ളേരെ ഉണ്ട് എഴുതി വെച്ചാൽ വളരെ നന്നായിട്ട് കിട്ടും. ഞാനങ്ങോട്ട് അതിന് മുമ്പായിട്ട് ലാലുവലെ തനിക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ? എന്നിവിടെ വന്നപ്പോ എനിക്ക് തോന്നുന്നത് ഒരു പാട്ട് പാടാനാണ്. ഞാനൊരു പാട്ട് പാടാൻ പോവാ. എനിക്ക് കവിയോട് ഒരു കാര്യമാണ് ചോദിക്കുന്നത്. മേരി എന്തുവരിയെന്ന് മാത്രം നിങ്ങൾ വ്യക്തമാക്കണം.
ഫോർട്ടാണ്. വന്നാലും ചാവ വളരെ സിമ്പിളാണ്, പിന്നെ പവർഫുൾ, ഭയങ്കര പവർഫുൾ. മനസ്സിലാവട്ടെ നിങ്ങൾക്ക്? മനസ്സിലായി? പിന്നെ റോബസ്റ്റ് എപ്പോഴല്ല, അത് 5ാമത്തെ പേജിലുണ്ട്, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അടുത്തായിട്ട് അറ്റ്ലസ് രാമചന്ദ്രൻ. ദുബായിലെ സലാലയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അറ്റ്ലസ് ജനകോടികളുടെ സ്ഥാപനം. അറ്റ്ലസ് എല്ലാ മലയാളികൾക്കും അറ്റ്ലസിന്റെ ഓണാശംസകൾ. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് മിസ്റ്റർ നരേന്ദ്ര പ്രസാദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 16 കൊല്ലം നെറ്റ് വളർന്ന് ചോര വീണ പുഴക്കരയിലെ പൊഴിമണ്ണ് വാരി അപ്പനോട് പ്രതിജ്ഞ ചെയ്തിരുന്നു. അത് തെറ്റിക്കാൻ സൂര്യൻ പടിഞ്ഞാറൊന്നും ഉദിച്ചിട്ടുള്ളൂ. ഇതിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചുള്ളൂ. ബാബ ശശി രാവിലെ മുതൽ ജനവന്മാരെല്ലാം കൂടെ വിളിച്ചിട്ട് ചോദിക്കുക, പത്മശ്രീയുണ്ടോ, പത്മശ്രീയുണ്ടോ. ഞാൻ പറഞ്ഞു, നീക്ക് ഇങ്ങോട്ട് പോടാ, ഞാൻ കാണിച്ചു തരാം പത്മശ്രീ. അടുത്തതായിട്ട് സംവിധായകൻ ലാൽ ജോസ് ആണ് ഇങ്ങോട്ട് വരുന്നത്. ലാൽ ജോസ് എന്തെങ്കിലും പറയാനുണ്ടോ? വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ താമസിച്ച കാഴ്ചകളൊക്കെ കാണാം എന്ന് കരുതിയിട്ടാണ് വന്നത്. ഇവിടെ ഇംഗ്ലീഷുകാരെ വരെ സെറ്റ് സാരി എടുപ്പിച്ചിട്ടാണ് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. എന്ത് കാണാനാണ് ഞാൻ പിന്നെ അവസരം ക്ഷണിക്കുന്നത്. നിനക്കാണു ഞാൻ, എനിക്കാണു നീ, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഈ വാക്കുകൾ. നിന്നെ ഞാൻ എത്രമേൽ സ്നേഹിച്ചുപോയി. അടുത്തായി NN പിള്ള. എന്തൊക്കെ മറന്നുണ്ടോ പോകില്ലേ? എന്തുകൊണ്ട് എന്റെ തേമുറം കഴിക്കില്ല? എന്തുകൊണ്ട് എന്റെ വീട് കഴിക്കില്ല? എന്തുകൊണ്ട് എന്റെ മുറ്റത്തെ കുഴിക്കാൻ മുതല എന്റെ ലക്ഷ്മി ഈ വീടിന്റെ മഹാലക്ഷ്മിയായിരുന്നു. ആ ഓൺലൈൻ വീടിന്റെ നടുപെട്ടത് കുന്നിലോ മറകിലോ ഓരോട് ഞാൻ മറക്കില്ലടോ. എന്നോട് മറക്കില്ല. അടുത്തതായിട്ട് മിസ്റ്റർ ആസിഫ് അലി. തനിക്ക് തന്നെ പറയാനുള്ളൂ, പറയണോ? ആറ്റിലാണോ വീട്? അവിടെ ഭാസ്കരൻ അറിയോ? ക്ലോസ് ഫ്രണ്ട്. അവളൊരു ഫ്രോഡാണോ എന്ന് എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. മൂപ്പോ ശോഭി, ഇത് സൗദാമിനി സൈറ്റ് അടിച്ചു കാണിക്കുന്നു. എന്നെയോ? നമുക്ക് സ്റ്റേജിന്റെ പുറകിൽ വന്ന് സൈറ്റ് അടിച്ചു കളിക്കാം. അടുത്തതായിട്ട് ശബ്ദമാധുര്യം കൊണ്ട് പ്രശസ്തനായ MS ത്രിപുരത്ര. മലയാളികളെ, ഞാനിങ്ങോട്ട് പാട്ട് പാടാം. തരികട സമ്പത്തെ, താരക സമ്പത്തെ, ഏത് തള്ളിയാണ് ഈ നാക്കുളുകളെ പാട്ട്? അപ്പൊ ശരി, പോരട്ടെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കൊച്ചു കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന കലാകാരന്മാരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന CTC മലയാളികൾ നിങ്ങളുടെ വളരെ നന്ദി. എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം. ബൈ. ആഹാ, ഞാനെന്താ വിളിക്കുന്നത്?
പറഞ്ഞു പോയതാ. ആ ആവേശമൊന്നും കൊള്ളണ്ട, അവരിങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് ഇടയ്ക്ക് വയ്ക്കൊക്കെ നിൽക്കണം. അല്ലേ അവരുടെ പേരൊന്നും മതി. ഇതൊക്കെ സൈക്കിളിന്റെ ബെല്ലോ എന്ന് പറയട്ടെ. ഇടാ പണ്ട് സൈക്കിളിൽ നടന്ന ടീമാ. ചവിട്ട് വണ്ടി. അന്ന് പേര് ജാനമാന്നായിരുന്നു. ഇപ്പൊ ഭർത്താവ് അമേരിക്കയിൽ പോയി 10 പൈസ ആയപ്പോ പേരൊക്കെ മാറ്റി ഫ്രിങ്ക്ലിൻ. ആ വരുന്ന ചവിട്ട് വണ്ടി അല്ല ഫ്രിങ്ക്ലിൻ. എടാ ഇത് മണിയനീച്ചല്ലേ, ഇവിടുത്തെ മുതലാളിച്ചിയാ. ചവിട്ട് വണ്ടി. കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് എവന്റെ മാനേജരാ. അയ്യോ എന്റെ മാനേജരല്ല, ഇവൻ മാനേജർ. അവന്റെ മാനേജരായാലും കൊള്ളാം, ഇവന്റെ മാനേജരായാലും കൊള്ളാം. കാര്യങ്ങളൊക്കെ ഉഷാറാക്കിയിരിക്കണം. അല്ലെങ്കിൽ എന്റെ തടി കൊണഞ്ഞാൻ എടുക്കും കേട്ടാ. ഇതെന്തുകൂടെ ഓർണിന്ന് ചെവിയിലേക്കുള്ള പ്രയാണം. അറിയാലോ, ഇന്ന് എന്റെ കുഞ്ഞിന്റെ പിറന്നാളാണ്. ഒരുപാട് VIPs ഒക്കെ വരുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് എന്റെ ഡാഡി മമ്മി ഇന്ന് എത്തും. ആര് തങ്കപ്പേട്ടനോ? ഇപ്പൊ അങ്ങനെ പുറത്തോട്ടിറങ്ങിയ ഷർട്ടൊക്കെ ഇടുവോ? പണ്ടൊരു കൈയും ഒരു തോർത്തും എവിടെ പോയാലും തിരുവനന്തപുരത്ത് പോയാലും അങ്ങനെ. പിന്നെ രായമേക്ക ജമ്പറും കൈയും തോളിലിട്ട് തോർത്തിട്ടാലായി. രാഘവ, close your mouth. ഇടക്കിടക്ക് ഡയാന രാജകുമാരി ആവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിലെ ചാളമേരി അതിനെ അനുവദിക്കുന്നില്ല. മുതലാളി, എടാ നമ്മുടെ മുതലാളി വന്നടാ. കേരളത്തിലെ റോഡ് നമ്മളെ പായി പൊതിഞ്ഞു കിട്ടി അടക്കാം. എന്താ വെടിവെക്കാൻ ഉത്തരവിട് വന്നു? വിളിക്കോ Oh, my sweet darling. ഞാൻ ഓർക്കുന്നു എന്റെ ഭാര്യ. വേണ്ട വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്നാ പിന്നെ മിണ്ടുന്നില്ല. അല്ല ഞാൻ പറഞ്ഞതനുസരിച്ചത് മാത്രം അമേരിക്കയിലെ അങ്ങനെയാണ്. എവിടെ നമ്മുടെ ബർത്ത്ഡേ കുട്ടി? വിളിക്കോ അവളെ, എന്റെ മകളെ വിളിക്കും. മോളൂ, ദേ ഡാഡി വിളിക്കുന്നു. ഇതാരാ അമ്മേ എന്റെ ഡാഡി? ഇതാണോ? ഇതാണ് മോളെ. ഇനി എന്ത് മോളെ ഡാഡി? നമുക്ക് ആഘോഷങ്ങൾ ആരംഭിക്കാം. എന്റെ മകളുടെ ബർത്ത്ഡേ ആണല്ലോ ഇന്ന്. അപ്പൊ കേക്ക് മുറിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യും. കേക്ക് താണ്ട കൊണ്ടുവന്നല്ലോ. ഇനി നമുക്ക് കേക്കിന്റെ നടുക്ക് ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കാം. ഇത്ര പ്രഗത്ഭനായ അമേരിക്കക്കാരനെ ഞാനിവിടെ നിൽക്കുമ്പോ ഇവിടെ വെറും ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കാനോ? നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഞെട്ടുന്ന ഒരു സാധനമായിട്ടാണ് വെക്കേണ്ടത്. എന്താ നമുക്ക് ഈ കേക്കിന്റെ ഇടയിൽ രണ്ടും നേർവടക്കം ഏതായാലും നമുക്ക് കേക്ക് കട്ട് ചെയ്യാമല്ലേ? കട്ട് ചെയ്യുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ ചെരിക്കാനുള്ള ഭാഗം എനിക്ക് വേണം കേട്ടോ. എനിക്ക് ചെറുതിലെ ചെറി ഭയങ്കര ഇഷ്ടമാണ്. കട്ടുമുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും കേക്ക് മുറിക്കാം. സാറേ, ഈ പരിപാടിയുടെ ഒരു കൊഴുപ്പിന് വേണ്ടി എന്റെ ഭാര്യയുടെ ഒരു അനിയത്തിയുണ്ട്. അവള് ഭയങ്കര കവയത്രിയാണ്. അപ്പൊ അവളെ കൊണ്ട് നമുക്കൊരു കവിത പാടിച്ചാലോ? ചേട്ടാ തുടങ്ങട്ടെ ചേട്ടാ? ആ തുടങ്ങിക്കോ. നമസ്തേ.
പോരുകയാണല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. കവിത കവിത നനഞ്ഞു കുതിരയാണെന്റെ അമ്മ. ഇതിനെ പ്രസവിച്ചാണോ അതല്ല, ഈ മഴവെള്ളം വീണ് നനഞ്ഞ് കുതിരുകയാണല്ലോ അമ്മ. അതാണ് പാറ്റിയാണെൻ ചേട്ടത്തി. അയ്യോ അതല്ല, നമ്മളെ ഈ അരി പാറ്റുകയാണ് ചേട്ടത്തി. അപ്പം തേങ്ങയാണെന്റെ അച്ഛൻ. വെറും തേങ്ങയാണ്. ശരിയാ ശരിയാ. അയ്യോ അതല്ല, കുട്ടിയുടെ അച്ഛൻ തേങ്ങയാണ്, കണ്ണലിപ്പിക്കുകയാണ്. അതാണ് കവിൽ ഉദ്ദേശിച്ചത്. ഓ ഒലിപ്പീര്. അയ്യോ കേറിപ്പോ, എന്റെ പെണ്ണുമ്പിള്ളയുടെ അനിയത്തി. എന്റെ ശമ്പളം നഷ്ടപ്പെടുത്താതെ പോ. എടാ ഈവന്റെ എന്തൊക്കെ പരിപാടിയാണ് നീ സാറിനൊന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ വെറുതെല്ല, വെറൈറ്റി ഇവല്ല. സാറിന്റെ കൂടെ ബർത്ത്ഡേക്ക് വേണ്ടി ഇവിടെ വന്നേക്കുന്നത് ആരെങ്കിലും അറിയാവോ? മലയാളത്തിലെ പ്രശസ്തന്മാരായ സിനിമാ നടന്മാരാ. അറിയോ? ആദ്യമായിട്ട് എത്തുന്നു നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളുന്നാം, വീരൻ പടയുടെ വൻകുടി ഏറ്റിക്കൊട്ടിക്കേറുന്നാം, ഉള്ളൻ കൊല്ലിക്കൊന്നിൻ നേരെ കാവടി എത്തും നേരം, ഇന്നക്കരയുള്ളവരിക്കരെ എത്തും തക്കിടി തക്കിടി നേരം. ഇത് മാമലമേലെ സൂര്യൻ നിൽക്കും കോഴിക്കള്ളിൻ വെള്ളിത്തേ, നാടും മലയും മൊഴിയും കടന്നു നേരം വണ്ടിത്തേരാണി. പുള്ളിയുടെ നെകളിപ്പൊക്കെ കൊള്ളാമല്ലോ. ഇനിയുണ്ട്. ഇനി സാറിന്റെ മകളുടെ ബർത്ത്ഡേക്ക് ആശംസ അർപ്പിക്കാൻ ആരാന്നറിയുമോ? കണ്ണും കൊണ്ട് അഭിനയിച്ച് നമ്മളെ അന്തം വെളിയിപ്പിക്കുന്ന അശോകൻ. ഇവർക്ക് ഫിഗർ ചെയ്യാനും ആക്ഷൻ പിടിക്കാനും അറിയത്തുള്ളൂ, ശബ്ദം അനുകരിക്കാൻ അറിയത്തില്ല. ഇവരൊക്കെ മിമിക്രിയിലെ ഫിഗർ ആർട്ടിസ്റ്റുകളാ. ഓ എനിക്കറിയാം, നിങ്ങൾ വിചാരിച്ചാൽ ഒറിജിനൽ കിട്ടത്തില്ലെന്ന്. അതുകൊണ്ട് എന്റെ മോക്ക് ഈ ബർത്ത്ഡേക്ക് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതെന്ത് ഗിഫ്റ്റ്? ജോസേ ഗിഫ്റ്റ്. നമുക്ക് സ്പോൺസർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും ആഹാരവും വസ്ത്രവും നമുക്ക് സ്പോൺസർ ചെയ്താലോ? വൃദ്ധസദനവും എനിക്ക് കേട്ടിട്ട് തന്നെ എന്തോ പോലെ തോന്നുന്നു. അതൊക്കെ വേണോടോ? അതൊക്കെ ഓരോ പരിപാടിയല്ലേ. സാറിന് പ്രശസ്തി വേണോ? എന്നാ വിടുവാണ്ടി വൃദ്ധസദനത്തിലോട്ട്. ഓ പട്ടി പട്ടി. കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെയുന്ന തീയണയ്ക്കും
ഫോട്ടോയിലെല്ലാം പറഞ്ഞോളൂ എന്നെ മാറിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പ്രശസ്തി കിട്ടുമോ കാര്യം? കിട്ടും. എന്നാ മുതലാളി നമുക്ക് പോയാലോ? അപ്പൊ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതായത് ആര് ചോദിച്ചാൽ ഇതിലെ തന്നെ ഞാനാണെന്ന് പറയണം കേട്ടോ. അല്ലാതെ മറ്റേ ആൾക്കാരുടെ ഒന്നും പേര് പറയരുതേ. അപ്പൊ പോകല്ലേ? ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ നല്ല മക്കളുണ്ടല്ലോ. എനിക്കും ഇതുപോലൊരു മോനുണ്ടായിരുന്നെങ്കിൽ എന്താ നീ കരുതേ? ഈ സമ്മാനം ഒന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്ത് സമ്മാനം! 36 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്ക് തന്ന സമ്മാനമാ ഇപ്പൊ അങ്ങോട്ട് പോയ എന്റെ മോൻ സന്ദീപ്. ഇപ്പൊ എനിക്ക് തന്ന ഈ സമ്മാനം ഞാൻ നെഞ്ചോട് ചേർക്കണോ അതോ തള്ളിക്കളയണോ? നിങ്ങൾ എന്നൊന്ന് പറ. സമ്മാനങ്ങൾ വിലയേറിയതാകുന്നത് പണത്തിന്റെ തോത് കൂടുമ്പോഴല്ല, അതിനെ ആത്മാർത്ഥമായ സ്നേഹം നിറച്ചുമ്പോഴാണ്. സ്നേഹസാഗരങ്ങളായ മനസ്സുമായി മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എല്ലാ അമ്മമാരുടെയും പാദങ്ങൾ ഈ ഹാസ്യ